വെൽക്കം ടു യെറ്റ് അനദർ വീഡിയോ ഓഫ് മൈ 7 days സ്കിൻ കെയർ റുട്ടീൻ. അപ്പോൾ ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളതുപോലെ എനിക്ക് ആ ഒരു 7 days സ്കിൻ കെയർ റുട്ടീൻ ആ ഒരു വീക്കിൽ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പോൾ ഐ തോട്ട് എവിടെയാണോ ഞാൻ ലെഫ്റ്റ് ഓവർ ചെയ്തത്, ലൈക്ക് ഡേ 4 വരെ ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡേ 5, 6, 7 നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഡേ 5 ആണ്. ആൻഡ് ഓൾസോ നെക്സ്റ്റ് ഡേ നമ്മൾ ഡേ 6 ആൻഡ് അനദർ ഡേ നമ്മൾ ഡേ 7 കൂടെ ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് വീക്ക് തൊട്ട് നിങ്ങൾ ആ ഒരു ഡേ ഫസ്റ്റ് തൊട്ടുള്ള ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഫോളോ ചെയ്യുക. എന്നിട്ട് ഒരു ആലോവേര നിങ്ങൾ എങ്ങനെയൊക്കെ ചേഞ്ചസ് വരുത്തി എന്നും കൂടെ എന്നെ അറിയിപ്പിക്കുക. ബിക്കോസ് ഇറ്റ്സ് എ വെരി എഫക്റ്റീവ് പ്രോസസ് വിച്ച് വി ആർ ഫോളോയിങ് ഫ്രം ഡേ 1 to day 7. അപ്പോൾ അത് കണ്ടിന്യൂസ്ലി നമ്മൾ ബ്രേക്ക് ചെയ്യാതെ തന്നെ ചെയ്യുക. ജസ്റ്റ് ഒരു അലോവേരയുടെ മാറ്ററാണ്. ജസ്റ്റ് ഗെറ്റ് ദ അലോവേര ഫ്രം എനിവേർ യു ഗെറ്റ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇനി നമുക്ക് സമയം കളയണ്ട. വിൽ ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഞാൻ ഐസ് തെറാപ്പി എന്തിനാണ് ആഡ് ചെയ്യാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ചാൽ, നമ്മുടെ ഈ ഒരു ക്ലൈമറ്റിക് കണ്ടീഷനും ഹ്യൂമിഡിറ്റിയും വെച്ച് നോക്കുവാണെങ്കിൽ ഐസ് ഹെൽപ്സ് ഇൻ കൂളിംഗ് ദ സ്കിൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇറ്റ്സ് വെരി ബെനിഫിഷ്യൽ ഫോർ അവർ സ്കിൻ. ബിക്കോസ് അത് നമ്മുടെ പോർസിനെയൊക്കെ ഒന്ന് ടൈറ്റൻ ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനെയൊക്കെ ഒന്ന് കൂൾ ചെയ്യാനായിട്ടാണ് ഞാൻ ഈ ഒരു തെറാപ്പി നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പം വിതൗട്ട് ഫർദർ ഡിലേ ഞാൻ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യുന്നത്, ബിക്കോസ് മോസ്റ്റ് ഓഫ് us നോ എങ്ങനെയാണ് അത് അപ്ലൈ ചെയ്യേണ്ടതെന്ന്. ബട്ട് സ്റ്റിൽ ആസ് എ റൂട്ടീൻ പ്രോസസ് ഞാനത് നിങ്ങളുടെ അടുത്ത് പ്രസൻറ്റ് ചെയ്യാം. ബട്ട് വൺ സ്മോൾ ടിപ്പ് ഐ വുഡ് ലൈക്ക് ടു ഗീവ്. നിങ്ങളുടെ സ്കിൻ സെൻസിറ്റീവ് ആണെങ്കിൽ ഡോണ്ട് കീപ്പ് ഓൺ റബ്ബിങ് ദ ഐസ് ഫോർ എ ലോങ് ടൈം. ബിക്കോസ് അത് സ്കിന്നെ കുറച്ചുകൂടി ഡ്രൈ ആക്കാൻ ചാൻസ് ഉണ്ട്. സോ ഡോണ്ട് കീപ്പ് റബ്ബിങ് ഇറ്റ് ഫോർ ലോങ് ടൈം. ഓക്കെ, യെസ്, ദാറ്റ്സ് ഇറ്റ്. അലോവേര ഓൾറെഡി നമ്മുടെ സ്കിന്നിനെ സ്മൂത്ത് ചെയ്യും. അപ്പോൾ ഐസ് അതിനെ കൂടുതൽ റിഫ്രഷിങ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ജസ്റ്റ് 1-2 minutes ഐസ് ഒന്ന് നമ്മൾ നന്നായിട്ട് ജെന്റ്ലി റബ്ബ് ചെയ്യാം. എന്നിട്ട് ജസ്റ്റ് നാച്ചുറലി അതിനെ ഡ്രൈ ചെയ്യാൻ അലോ ചെയ്യുക. ഇത്രയും തന്നെയാണ് ചെയ്യേണ്ടത്. നമ്മൾ വാഷ് ഔട്ട് ഒന്നും ചെയ്യേണ്ട കാര്യം വരുന്നില്ല കേട്ടോ. സോ യെസ്, ദാറ്റ്സ് ഇറ്റ്. ലെറ്റ് സ്റ്റാർട്ട് അപ്ലൈയിങ്. നൈസ് ട്രേയിലാണ് അലോവേര വെച്ചിരുന്നത്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. നൗ വിൽ സ്റ്റാർട്ട് അപ്ലൈ. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ ഇതും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് വെച്ചും അപ്ലൈ ചെയ്യാം. ഇതിനകത്ത് ഐസ് വെള്ളം നിറച്ചിട്ട് യു ക്യാൻ കീപ്പ് ഇൻ ദ ഫ്രീസർ. അത് വെച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലായാലും ലൈക്ക് യു ക്യാൻ ഡു ലൈക്ക് ദിസ്. ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് സ്ക്രബ് ചെയ്യാനേ ഉള്ളൂ. അപ്പോൾ യെസ്, ഞാനിവിടെ അപ്ലൈ ചെയ്യുകയാണ്. നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആട്ടോ. ഇറ്റ്സ് വെരി ഗുഡ്. നന്നായിട്ടൊരു ജസ്റ്റ് 1 to 2 minutes വരെ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്യുക. ഈ ഒരു ക്ലൈമാറ്റിക് കണ്ടീഷനിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ഗിവിങ് എ ഗുഡ് റിലീഫ്. ആക്ച്വലി ഇൻസ്റ്റൻ്റ് ആയിട്ടൊരു കൂൾ ഫ്രഷ്നെസ് ഒക്കെ ഫീൽ ചെയ്യുകയാണ്. സോ യെസ്, ഐ ആം ഡൺ അപ്ലൈങ്. ഇത് കണ്ടില്ലേ, തീർന്നു. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ലീവ് ഇറ്റ് ലൈക്ക് ദാറ്റ്. അത് നാച്ചുറലി ഒന്ന് ഡ്രൈ ആവട്ടെ, നമ്മളൊന്നും ചെയ്യേണ്ട അതിൽ. സോ ദിസ് ഈസ് വാട്ട് യു നീഡ് ടു ഡു ഓൺ ഡേ 5, ദാറ്റ് ഈസ് അലോവേര ഐസ് തെറാപ്പി. It actually helps in tightening your pores and gives a fresh feel to your skin. It's actually like a mini spa moment at home. അപ്പോൾ അത്രയേ ഉള്ളൂ ഡേ 5. ഡേ 6 ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളെ അറിയിപ്പിക്കാം കേട്ടോ. Until then, take care. Bye bye.